നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. വളരെ സവിശേഷതയുള്ള രണ്ട് അതിഥികളെ നമ്മൾ ഒരുമിച്ച് JB ജംഗ്ഷനിൽ കൊണ്ടുവരികയാണ്. ശബ്ദബീജികളിലൂടെ അഭിനയത്തിലേക്ക് കടന്ന ഭാഗ്യലക്ഷ്മി, അതോടൊപ്പം ആദ്യത്തെ സിനിമ കൊണ്ട് തന്നെ പ്രേക്ഷക മനസ്സിൽ കടന്നുകൂടിയ രാജൻ ഈ ചാണ്ടി, ഇരുവരെയും നമുക്ക് JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. എന്താ ഞാൻ വിളിക്കണ്ടേ? മുത്തശ്ശിന്ന് വിളിച്ചോ? മുത്തശ്ശിന്ന് അങ്ങനെയൊന്നുമല്ലല്ലോ, വളരെ ഫാഷനബിൾ ആയിട്ടുള്ള ഒരു ലേഡിയാണെന്നാണ് അമ്മച്ചി വിളിച്ചാൽ മതി. ശരിക്കും ആണോ? ഇതുവരെ നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ഈ JB ജംഗ്ഷനിലേക്ക് വിളിച്ചതിന് കാരണം നിങ്ങൾ രണ്ടുപേരും ഇപ്പം നിറഞ്ഞോടിക്കൊണ്ടിരിക്കുകയാണ് തിയേറ്ററുകളിൽ. ഈ ഭാഗ്യലക്ഷ്മി ഞാൻ പണ്ട് ഇവിടെ ഒരു പ്രാവശ്യം ഇരുത്തിയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ എന്നോട് ഒരാഴ്ച മിണ്ടിയിരുന്നില്ല. ഭയങ്കര പ്രശ്നമാണ് അമ്മച്ചി. അമ്മച്ചിക്ക് അത്ര ടെൻഷൻ ഉണ്ടാവില്ല. നമ്മളൊക്കെ കുറെ കാലം ഈ ഫീൽഡിൽ നിന്നോണ്ടേ ഇങ്ങനെ നമ്മളെ ചോദ്യം അതിനോട് ഭയങ്കരമായി വിഷമിച്ചു, ദേഷ്യപ്പെട്ടു, കവളൊക്കെ കുറിപ്പിച്ചു. പിന്നീട് എന്നോട് മിണ്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ പ്രൊഡ്യൂസറും ഡയറക്ടറൊക്കെ ആയിട്ടുള്ള പല ആൾക്കാരോട് സംസാരം നിർത്തി. അതായത് ഞാൻ ചില ചോദ്യങ്ങൾ അബദ്ധവശാൽ ചോദിച്ചു പോയി. അതിന് വേണ്ടി അന്ന് ഭാഗ്യലക്ഷ്മിയോട് ചോദിച്ച ചോദ്യങ്ങൾ മുഴുവൻ അമ്മച്ചോട് ചോദിക്കും. ചോദിക്കേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിക്കണ്ടെന്ന് പറയാൻ പോവായിരുന്നു ഞാൻ. ചോദിക്കേണ്ടാത്തതായിട്ടുള്ള ഒരു ചോദ്യവും ലോകത്തില്ല. എന്താ കാരണം വെച്ചാല് ഇപ്പൊ ചില ആൾക്കാർ ഈ പരിപാടിയെ കുറിച്ച് പല അഭിപ്രായങ്ങളും പറയുമ്പോഴും ഞാൻ പറയും, അത് എനിക്കൊന്ന് ഭാഗ്യലക്ഷ്മി എന്നുള്ള അവതാരയ്ക്ക് അറിയാം. അതായത് നിങ്ങളുടെ മനസ്സിലാ ചോദ്യം ഇല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും മനസ്സിലാ ചോദ്യം ഉണ്ട്. പക്ഷെ പറയണോ വേണ്ടെന്ന് നമ്മൾ അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ പറയാതിരിക്കുകയോ പറയുമ്പോൾ കള്ളം പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ മുഖത്ത് പ്രതിഫലിക്കുന്ന ഓരോ വികാരങ്ങളും ക്യാമറ ഒപ്പിയെടുക്കും. അമ്മച്ചി ആദ്യം അമ്മച്ചിയോട് ചോദിക്കാൻ പോണ ആരെയും പ്രണയിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഞാൻ ചോദിക്കുന്നില്ല, ഭാഗ്യലക്ഷ്മി ചോദിച്ചോണ്ട് ഞാൻ ഇല്ല. മാപ്പിള ഒഴിച്ചാൽ വേറെ ആരെയും ഞാൻ പ്രണയിച്ചിട്ടില്ല. അതെല്ലാ സ്ത്രീകളും പറയണല്ലേ അമ്മച്ചി. ഒരു ചേഞ്ച് അല്ല, എല്ലാവർക്കും പ്രണയം ഉണ്ട്. അത് ഇപ്പോഴത്തെ പിള്ളേർക്ക് എനിക്ക് 18-19 വയസ്സായ പിള്ളേർക്ക് പ്രണയം ഇല്ലാത്ത ഒരു മനുഷ്യൻ. അമ്മച്ചിയോട് ഞാൻ ചോദിക്കണമെന്ന വ്യാജേനെ ഭാഗ്യലക്ഷ്മി ചോദിച്ച ചോദ്യമാണ്. കാരണം മുത്തശ്ശി കഥയില് ഒരു ചെറുപ്പത്തിലെ പ്രണയം പറയുന്നുണ്ടല്ലേ അല്ലേ? അമ്മച്ചിയുടെ സക്കറി ആരാണ്? എന്റെ മാപ്പിള. അതെങ്ങനെ പ്രീ ഡിഗ്രി പഠിക്കുമ്പോഴാണോ? അല്ല, എനിക്ക് അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നേ ഇല്ല. കാരണം ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, എന്റെ ഫാദർ ഒരു സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് എന്നെ അപ്രോച്ച് ചെയ്യാൻ പേടിയായിരുന്നായിരിക്കണം. പിന്നെ ഞാനാണെങ്കിൽ ഒരു ടോം ബോയ് ടൈപ്പായിരുന്നു, എന്ന് പറഞ്ഞ ടൈപ്പായിരുന്നു. ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ രണ്ടുപേരെ ഞാൻ കൊണ്ടുവരാൻ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിങ്ങൾ രണ്ടുപേരും നിറഞ്ഞു നിൽക്കുന്ന മുത്തശ്ശി കഥ എന്ന് പറഞ്ഞ സിനിമയുടെ പശ്ചാത്തലം വേണേ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ അമ്മച്ചിയുടെ യഥാർത്ഥ സ്വഭാവം എന്ന് പറഞ്ഞ് സിനിമ കാണുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു സംഭവം. യഥാർത്ഥത്തിൽ നേരിട്ട് കണ്ടിട്ട് എന്ത് തോന്നുന്നു? നേരിട്ട് കണ്ടിട്ട് വലിയ വ്യത്യാസമൊന്നും. പക്ഷെ അമ്മച്ചി ഷൂട്ടിംഗ് സമയത്ത് ഇങ്ങനെ ഓരോരുത്തരെയും ചീത്ത പറയുമ്പോൾ മുറിയിൽ പോയിരുന്ന് കരയുമായിരുന്നു. വളരെ സെൻസിറ്റീവ് ആയിരുന്നു. ഇങ്ങനെ എന്നെ കൊണ്ട് ഇങ്ങനെ എടാ പോടാ പട്ടി എന്നൊക്കെ വിളിപ്പിക്കുന്നല്ലോ. ഞാൻ ഇങ്ങനെ ഒരു സംസ്കാരത്തിൽ വളർന്ന ആളൊന്നുമല്ല. വിജയരാഘവൻ സാറുമായിട്ടുള്ള ഒരു സീനിലൊക്കെ ഭയങ്കരമായിട്ട് ഇമോഷണലായി ചെറിയ കുട്ടിയെ വഴക്ക് പറയുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞിട്ട് മുറിയിൽ പോയിരുന്ന് കരയുമായിരുന്നു. നിഷ്കളങ്കയാണ് അപ്പൊ അല്ലേ? നിഷ്കളങ്കയൊന്നുമല്ല. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഭാഗ്യലക്ഷ്മിയുടെ യാതൊരു സ്വഭാവം അമ്മച്ചിയില്ലെന്നാണ് പറഞ്ഞു വരുന്നത്. ഇങ്ങോട്ട് നോക്ക്. യഥാർത്ഥത്തിൽ ഞാൻ അത് വിചാരിക്കുന്നത് റോൾ അങ്ങോട്ട് മാറ്റേണ്ടി. ഞാൻ ആ റോള് ചെയ്തെങ്കിൽ ഇത്രയും നന്നാവും തോന്നിട്ടില്ല. ഇല്ല, അമ്മച്ചി താർത്തു അല്ലേ? എനിക്കറിയില്ല, മറ്റുള്ളവര് പറയും. ഞാൻ ചോദിക്കട്ടെ, ഭാഗ്യലക്ഷ്മി നേരത്തെ തന്നെ വളരെ ഫേമസ് ആയ ഒരാളാണ്. പക്ഷെ ഭാഗ്യലക്ഷ്മിയെ നേരത്തെ അമ്മച്ചിക്ക് അറിയില്ലായിരുന്നു. അമ്മച്ചിക്ക് അമ്മച്ചിക്ക് മമ്മൂട്ടിനെ അറിയാമോ? സത്യം പറ. മമ്മൂട്ടിനെ അറിയാമെന്ന് സിനിമ കണ്ടിട്ടുണ്ട്, അല്ലാതെ അറിയണേ. അതല്ല, എന്നാലും ഞാൻ ഒരു കാര്യം പറയട്ടെ. അപ്പൊ മമ്മൂട്ടിയെ കണ്ടാൽ, മോഹൻലാലിനെ കണ്ടാൽ മമ്മൂട്ടി മോഹൻലാൽ എന്നൊക്കെ പറയും. ഞങ്ങൾ അവിടെ വന്നപ്പോ എന്നോട് എല്ലാരും കൂടെ അയാളുടെ ചുറ്റും കൂടിയിരിക്കണം. ഞാൻ ചോദിച്ചു, അത് രഞ്ജി പണിക്കര്. അയാളാരാ? അപ്പൊ രഞ്ജി പണിക്കരെ അറിയില്ല. അറിയോന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, രഞ്ജി പണിക്കർ ഓം ശാന്തി ഓശാനയിലെ ഡോക്ടർ. എനിക്കറിയേ ഉള്ളൂ. അല്ല, അതില്ല. ഒരു ഏതോ ഒരു ആക്ടർ. അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആണെന്നോ കഥാകൃത്താണെന്നോ അതല്ലെങ്കിൽ അദ്ദേഹം ഒരു സംവിധായകനാണോ അതൊന്നും അറിഞ്ഞൂടാ.
ലാൽ ജോസിനെ ലാൽ ജോസ് ലാൽ ജോസ് ഒന്നും ഒരു കാരണവശാലും ചിത്രത്തിൽ വരില്ല ഒരിക്കലും. ഇനി ഇദ്ദേഹം സംവിധായകനാന്ന് പറഞ്ഞപ്പോൾ അമ്മിച്ച് പറഞ്ഞു എന്താ ഈ സംവിധായകൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് അല്ല അങ്ങനെ ചോദിച്ചില്ല, അത്രത്തോളം വന്നില്ല. ഇല്ല അങ്ങനെ ചോദിച്ചില്ല. പക്ഷേ ചോദിക്കാൻ വേണ്ടി വന്നു, പക്ഷെ ചോദിച്ചില്ല. ഇല്ല, ഷൂട്ടിംഗ് സമയത്ത് എന്നോട് ചോദിച്ചു എന്തിനാണ് ഈ ഒരു ഡയലോഗ് ഇങ്ങനെ 10 പ്രാവശ്യം ഇങ്ങനെ അവിടെ ക്യാമറ വെക്കുന്നു, ഇവിടെ ക്യാമറ വെക്കുന്നു, ഇങ്ങനെ ചുറ്റിലും ക്യാമറ വെച്ച് എടുക്കണം, എന്തിനാ പ്രാവശ്യം എടുത്തില്ലേ, പിന്നെന്താ അങ്ങനെയൊക്കെ ചോദിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ ഈ അമ്മച്ചിയുടെ മണ്ടത്തരങ്ങളൊക്കെ ഞങ്ങൾ ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട്. ഒരു കാര്യമുണ്ട്, അമ്മച്ചി നിഷ്കളങ്കമായിട്ട് ഇതൊക്കെ പറഞ്ഞു, അത് നല്ല കാര്യമാണ്. പല ആൾക്കാരും പലരെ അറിയില്ലെങ്കിൽ പോലും അറിയാമെന്ന് നടിച്ചിരിക്കും. അമ്മച്ചിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായില്ല, ഉള്ള കാര്യം കൃത്യമായിട്ട്. പിന്നെ എന്താ പറയാ, പിന്നെ വേറൊരു കാര്യം, നമ്മളെല്ലാം ഒരുമിച്ചിരുന്ന ആർട്ടിസ്റ്റുകളെല്ലാം സംസാരിക്കുമ്പോൾ നമ്മളുടെ അടുത്തിരുന്ന് സംസാരിക്കൊന്നുമില്ല. അപ്പുറത്ത് പോയി വേറെ ആൾക്കാരുമായിട്ട് ചോദിക്കുമ്പോൾ പറയും, ഓ നിങ്ങൾ ഏത് നേരം സിനിമയെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്, എനിക്ക് കുക്കിങ്ങിനെ കുറിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതെന്താ എപ്പോ നോക്കിയാലും സിനിമ 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 സിനിമ, അതൊന്നും അത്ര വലിയ താല്പര്യം. എന്നാലും അമ്മച്ചി ഇന്നൊരു സ്റ്റാറാണ്, ഒരു നക്ഷത്രമാണ്. രാജിനിയാണ്. രാജനി എന്നല്ല ഇപ്പൊ ഭയങ്കര ഫേമസ് ആണ് ഇപ്പൊ. ഇല്ല, ഞാൻ എല്ലാരോടും പറയുന്നത് അതാണ്, ഞാൻ ഇങ്ങനെ തന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യണേ എന്നാണ് എന്റെ ആഗ്രഹം. ഈ അഹങ്കാരം എന്ന് പറഞ്ഞ സാധനം എനിക്ക് വരരുത് എന്നാണ്. അഹങ്കാരം അതല്ല, നാച്ചുറലി എല്ലാരും പിടിച്ച് പൊക്കി പിടിക്കുമ്പോ അറിയാതെ തന്നെ നമ്മൾക്കൊരു ഒരു ദുരാഭിമാനം നമുക്ക് കൂടും. പറഞ്ഞാണോ? അല്ല, അയ്യോ പാവം, അത് പാവാണല്ലേ. എനിക്ക് ഭാഗ്യലക്ഷ്മിയെ കുറിച്ച് എപ്പോഴും സ്നേഹവും അഭിമാനം, എന്റെ ഒരു കൊച്ചനീതിയെ പോലെ എന്നുള്ളത്. ഞാൻ ഇടയ്ക്ക് 2 ദിവസം മിണ്ടിയില്ല കേട്ടോ, ഞാൻ മിണ്ടാനേ പോയില്ല. അങ്ങനെ മിണ്ടാതിരുന്ന ഭയങ്കര സങ്കടമായി പോയി. എന്നിട്ട് എന്നെ ഫോണിൽ കൂടെ വിളിച്ച് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി, എന്നോട് ഇങ്ങനെ മിണ്ടാതിരിക്കരുത്, എന്തുവാ ഞാൻ ഞാൻ ഭാഗ്യലക്ഷ്മിയും ജൂഡും ഉണ്ടായിരുന്നോണ്ടാണ് എനിക്ക് ഈ സിനിമ അഭിനയിക്കാൻ. ഹലോ, നമസ്കാരം. മുത്തശ്ശി കഥയിലെ മുത്തശ്ശിമാർ ഭാഗ്യലക്ഷ്മി ചേച്ചിയും രാജിനി ആന്റി രണ്ടുപേർക്കും പറയാൻ രണ്ടുപേരും ഒരേ ഏജുള്ള ആൾക്കാരാണ് പടത്തിൽ അഭിനയിച്ചത്. പക്ഷേ ഒരാൾക്കാരും ഭയങ്കര ഏജ് കുറഞ്ഞ ആളാണ് ഭാഗ്യച്ചി. ഒരാളാണെങ്കിൽ, അതായത് ഭാഗ്യച്ചിയാണെങ്കിൽ ജീവിതാനുഭവങ്ങളുടെ ഒരു പെരുമഴ തന്നെ കഴിഞ്ഞ് വന്നിട്ടാണ് ഈ സിനിമയിലേക്ക് അഭിനയിക്കുന്നത്. ആൻറ്റി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജീവിതത്തിലൊന്നും ഈവൻ പഠിച്ചിരുന്ന കാലത്ത് ഒരു പ്രണയം പോലും ഇല്ലാതിരുന്ന ഒരാളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ട് എക്സ്ട്രീമിലുള്ള 2 ആൾക്കാരാണ്. പക്ഷേ പടത്തിൽ വരുമ്പോൾ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇയാളെങ്ങനെയായിരുന്നു. അപ്പം എനിക്ക് ഭാഗ്യച്ചിയുടെ ബുക്ക് വായിച്ചിട്ടുണ്ട്, ആൻറ്റി വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായിരുന്നു. പക്ഷെ പടത്തിൽ വന്നതിന് രണ്ടുപേരും ഭയങ്കര സിങ്കായിരുന്നു. എനിക്ക് ഈ പടത്തിൽ ഞാൻ പറയാറുണ്ട്, എനിക്ക് 2 അമ്മമാരെ പോലെയാണ് നിങ്ങൾ പറയുന്നത്. അതിപ്പോഴും പറയാണ്. മാത്രമല്ല വ്യക്തിപരമായിട്ടും എന്നെ ഒരുപാട് എന്നെ കെയർ ചെയ്യുന്ന 2 ആൾക്കാരാണ് നിങ്ങൾ. എനിക്ക് ചോദിക്കാനുള്ളത്, സിനിമയ്ക്ക് മുമ്പും സിനിമ കഴിഞ്ഞിട്ടും എന്നെക്കുറിച്ച് നിങ്ങൾക്കുണ്ടായിരുന്ന ധാരണയും പരസ്പരം നിങ്ങൾക്കുണ്ടായിരുന്ന ധാരണയും ശരിയായിരുന്നു തെറ്റായിരുന്നു, അത് കൂടിയോ കുറഞ്ഞോ, എന്ത് പറയാം? ഈ സിനിമയുടെ തുടക്കത്തിൽ അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന ജൂഡിനെ കുറിച്ചുണ്ടായിരുന്ന അഭിപ്രായം, പിന്നീട് ഉണ്ടായ അഭിപ്രായം എന്താണ് അമ്മച്ചി? ജൂഡ് ആക്ച്വലി ഭയങ്കര സെൻസിറ്റീവ് ഒരു പയ്യനാണ്. എടുത്തുചാട്ടം അല്ലെങ്കിൽ ദേഷ്യം ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞുള്ള പുള്ളിയുടെ ആ ഒരു വിഷമം എന്ന് പറയുന്നത്, അതായത് ഇപ്പം ജൂഡിൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടായിരുന്നു അതിനകത്ത് ജോലിക്കാരനായിട്ട് അഭിനയിച്ച ബംഗാളി ബാബുവായിട്ട് അഭിനയിച്ച്. അവരോട് ഒത്തിരി ദേഷ്യപ്പെടുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞുള്ള പുള്ളിയുടെ വിഷമം, പോയി കെട്ടിപ്പിടിക്കുക, സോറി പറയുക, അത് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ആക്ച്വലി ജൂഡ് ശരിക്കും ഒരു പാവം പയ്യനാണ്. ഈ ജൂഡിൻ്റെ പേര് തന്നെ എങ്ങനെ വന്നതെന്നറിയോ? ജൂഡ് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടിന് ബ്രെയിൻ ട്യൂമർ വന്നിട്ട്, ജൂഡിൻ്റെ പേര് സിജോ എന്നാണ് ശരിക്കും. ജൂഡിൻ്റെ ഫ്രണ്ടിന് ബ്രെയിൻ ട്യൂമർ വന്നിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കൊരു വിശുദ്ധ ജൂഡ്, സെൻറ്റ് ജൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെ പോയി ഞാൻ പ്രാർത്ഥിക്കാം, ഈ അസുഖം മാറുകയാണെങ്കിൽ ഞാൻ ഈ പേര് പ്രചരിപ്പിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 7 ആഴ്ച പോയി കഴിഞ്ഞിട്ട് ഒരു ദിവസം വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഭയങ്കര സന്തോഷം. ചോദിച്ചപ്പം മാറിപ്പോയത് എക്സ്റേ വേറൊരു പയ്യൻ്റെതായിരുന്നു. പക്ഷെ എന്നാലും ജൂഡ് വിശ്വസിക്കുന്നു ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ട് അതിൻ്റെ റിസൾട്ട് ഉണ്ടായതാണെന്ന് പറഞ്ഞ് ആണ് പുള്ളി ജൂഡ് ജോസഫ് ആൻ്റണി എന്നാക്കിയത്. അങ്ങനെ ഓട്ടോമാറ്റിക്കലി ജൂഡിൻ്റെ അല്ലെങ്കിൽ സെൻറ്റ് ജൂഡിൻ്റെ പേര്. ജൂഡ് ആദ്യം കാണാൻ വന്നപ്പോൾ അവനെ ഒരു എന്താ പറയുക, ഒരു ചീള് കേസ് പോലെ കണ്ടിരുന്നല്ലേ? ആ പയ്യനിങ്ങോട്ട് വരട്ടെ വേണമെങ്കിൽ ഇതൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. പറഞ്ഞല്ലോ. പിന്നെ ഞാൻ ഏന്ന് പറയുന്നത് വേറെ വല്ലൊരു CD ആക്കി തന്നതായിരിക്കും. അല്ല, എന്തുകൊണ്ടാണെന്നറിയാം, ഈയിടെ ദിലീപിനെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അല്ലേ? അത് അമ്മച്ചിക്ക് കുറച്ച് വിഷമം. അമ്മച്ചി പറഞ്ഞ രീതിയിലല്ല അത്
പത്രത്തിൽ അതായത് റെഡ് FM ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അത് ഇന്റർവ്യൂ അല്ല, ഞങ്ങളുടെ ലോഞ്ച് ഉണ്ടായിരുന്നു. അപ്പൊ സ്റ്റേജിൽ കയറിയപ്പോ ഇവര് നിങ്ങൾ ചോദിക്കുന്ന പോലെ രണ്ടുപേരും അവിടെ നിന്ന് എന്നോട് ചോദിച്ചു, ഇതിനു മുമ്പ് ആരും ചോദിച്ചിട്ടില്ല എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ദിലീപിന്റെ അടുക്ക ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഒരു അമ്മ വേഷം തരാമോ എന്ന്. അപ്പൊ അവര് ചോദിച്ചു. അപ്പൊ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു ദിലീപ്. അവനൊന്നും മിണ്ടിയില്ല. ഞാൻ ദിലീപ് എന്നൊന്നും അല്ല പറഞ്ഞ, എന്നെ സംബന്ധിച്ച് എനിക്കൊരു പുത്രനെ പോലെ. അപ്പൊ ഞാൻ പറഞ്ഞു അവനൊന്നും മിണ്ടിയില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇത് പറയുന്ന സമയത്ത് വേറൊരു ഫോട്ടോഗ്രാഫർ ദിലീപിന്റെ ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ ദിലീപ് ഇങ്ങനെ അതിൻ്റെ അടുത്തിരുന്ന ആക്ട്രസിനെ നോക്കുന്നു, എൻ്റെ ഫോട്ടോ എടുക്കുന്നു. അത് കഴിഞ്ഞ് ദേ യൂട്യൂബിൽ വന്നിരിക്കുന്നു ദിലീപ് റിജക്റ്റഡ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അതാ ഞാൻ പറഞ്ഞ, ഒരു സംഗതി നമ്മൾ പറയുന്ന എയോ ബിയോ സിയോ കാര്യങ്ങളൊക്കെ പിടികിട്ടില്ലേ? ഏകദേശം എനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യം. അനുഭവിച്ചു തുടങ്ങിയിട്ടുള്ളൂ. അങ്ങനെയല്ല, ഈ ജൂഡ് സെലക്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ അമ്മച്ചിയുടെ അടുത്ത്, അമ്മച്ചി പ്രേമം എന്ന് പറയുന്ന സിനിമയിൽ അമ്മച്ചിയുടെ ഒരു ഡയലോഗ് ഉണ്ട് കേട്ടോ, തുടക്കത്തില് അല്ലേ? എടാ പുത്ര നിനക്ക് ഏത് മീനാ വേണ്ടായിരുന്നു ചോദിക്കുന്ന ഒരു ഡബീറുണ്ട്. അതങ്ങനെ ഒരു ചുമ്മാ ഒരു. അപ്പൊ അത് കഴിഞ്ഞപ്പോ അമ്മച്ചി ഇങ്ങനെ ആരോടെ പറഞ്ഞു, എനിക്കിങ്ങനെ മോഹൻലാലിന്റെ അമ്മയായി അഭിനയിച്ചാൽ കൊള്ളാം എന്നിങ്ങനെ ആരോടൊക്കെയോ ഇങ്ങനെ പറഞ്ഞിരുന്നു. മോഹൻലാലിനെ കെട്ടിപ്പിടിക്കണം എത്തിപ്പോയി. ഞാൻ കുറച്ച് ഭയപ്പെടുത്തിയതാ വെറുതെ അമ്മച്ചി. അപ്പൊ ഞാൻ പറഞ്ഞല്ല, മോഹൻലാലിന്റെ കൂടെ എനിക്ക് നായികയായിട്ട് എന്തായാലും കിട്ടില്ല. അപ്പൊ പറ്റാത്ത എന്തായാലും ഈ തല നടിച്ചതിന് അപ്പൊ അമ്മയായിട്ടാണെങ്കിലും മകനെ എന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് കെട്ടിപ്പിടിക്കാലോ എന്ന് അപ്പൊ ഞാൻ പറഞ്ഞ അതിനെ പോലെ പ്രശ്നമുള്ള കാര്യം ലാലിനോട് പറഞ്ഞ അഭിനയിക്കേണ്ട കാര്യമല്ലോ. ലാല് പറഞ്ഞ് കെട്ടിപ്പിടിച്ചോളാം പറയും. അത് ഞാൻ പറഞ്ഞു. അതിങ്ങനെ ഞാനൊരു തമാശ പോലെ പറഞ്ഞു, ഈ ഭാഗ്യലക്ഷ്മി ഇങ്ങനെ പറഞ്ഞു. ഈ ഭാഗ്യലക്ഷ്മിയുടെ സ്വഭാവത്തിൽ ഇപ്പൊ തന്നെ ഇതിനകം തന്നെ മോഹൻലാലിനോട് പറഞ്ഞിട്ടുണ്ടാവും. വേണമെങ്കിൽ ഞാനും കൂടി പറഞ്ഞേക്കാൻ വേണമെങ്കിൽ ലാലിനോട് പറയാം, ഇങ്ങനെ ഒരു ആളെ. എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹത്തിലല്ലേ അത് പറഞ്ഞേ. ഇപ്പൊ അഭിനയിച്ചല്ലോ, ഇനിയിപ്പോ ആ പ്രശ്നം ഭാഗ്യലക്ഷ്മി, ഞാൻ ഭാഗ്യലക്ഷ്മിയുടെ ജീവിതരേഖയിലൂടെ മുമ്പുള്ള JB ജംഗ്ഷനിൽ കടന്നു പോയത് കൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അതല്ലേ ആഗ്രഹം. നമുക്കെല്ലാം ജനങ്ങളൊക്കെ എല്ലാം അറിയാലോ. അന്ന് മുഖം വീർപ്പിച്ചു, കണ്ണിക്കൂടെ വെള്ളം വന്നു, പല രൂപത്തിൽ പ്രതികരിച്ചു. കോപത്തിന്റെ ഇല്ലില്ല, അയ്യോ ഒരിക്കലില്ല. ഇത് വളരെ ലൈറ്റർ ആയിട്ടുള്ള വേറൊരു ഫ്രെയിമിലുള്ള ഒരു സംഭവം. എന്നോളൊന്നും അമ്മച്ചിക്ക് എന്താണ്, അമ്മച്ചി വളരെ പ്ലെയിൻ ഉള്ളതെല്ലാം പറഞ്ഞു. ഭാഗ്യലക്ഷ്മി റിസ്ക് എടുത്തത് എന്നാ കാരണം ഞാൻ പറയാം. സിനിമയിലുള്ള അഭിനയം റിസ്ക് എന്ന് പറയാൻ കാരണം വേറെ ഒന്നുമല്ല. ഭാഗ്യലക്ഷ്മിക്ക് ഒരു സ്റ്റേച്ചറുണ്ട്. ഭാഗ്യലക്ഷ്മി സിനിമയായിട്ട് ഒരുപാട് കാലത്തെ അനുഭവമുണ്ട്. ഭാഗ്യലക്ഷ്മി മുമ്പും പല ചില വെള്ളത്തിൽ കൈമുക്കി നോക്കിയിട്ടുള്ളതാണ്. ഇത് അമ്മച്ചി കണ്ടിരുന്നോ ഈ രംഗം? ഈ രംഗം കണ്ടിരുന്നോ? ഒന്നും കണ്ടിട്ടില്ല. അമ്മച്ചി ഇപ്പൊ സംഭവം ഇപ്പൊ അമ്മച്ചി ഒന്ന് പയ്യെ മാറിയിരിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുകയാണ്. അമ്മച്ചി മാറരുത്. ഭാഗ്യലക്ഷ്മിയോടുള്ള അടുപ്പത്തിൽ ഒരു കുറവും വരുത്തരുത് കേട്ടാ. എന്താ ഇത് കണ്ടാ ഞെട്ടിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. എത്ര 3 സിനിമയില്ല ഭാഗ്യലക്ഷ്മി? ഞാനോ 3 4 5 ഒരുപാട് സിനിമകൾ, ചാമരം അടക്കം. അപ്പം ഭാഗ്യലക്ഷ്മിക്ക് അഭിനയത്തിൻ്റെതായ ഒരു പശ്ചാത്തലമുണ്ടെങ്കിലും ഭാഗ്യലക്ഷ്മിയുടെ ഒരു തട്ടകം അതല്ല എന്നുള്ള രീതിയിലാണ് ഭാഗ്യലക്ഷ്മി പെരുമാറിയത്. ഭാഗ്യലക്ഷ്മിക്ക് വേണമെങ്കിൽ ഭാഗ്യലക്ഷ്മിയുടെ സ്വാധീനവും സിനിമയായിട്ടുള്ള ഇൻവോൾവ്മെന്റും ഒക്കെ വെച്ചിട്ട് എത്രയോ വേണമെങ്കിൽ അല്ലെ എന്ത് പറയണു അമ്മച്ചി, ഇഷ്ടംപോലെ റോള് കിട്ടിയത്. പക്ഷെ ആളൊരു മര്യാദക്കാരിയായുണ്ട്. അതൊന്നും ഡിസിപ്ലിൻ ആണോ? അതുകൊണ്ടൊന്നുമല്ല, മര്യാദക്കാരി എന്നുള്ളതല്ല. എനിക്ക് അറിയായിരുന്നു എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. സത്യത്തിൽ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. അത് ഇത് കാണുമ്പോഴൊക്കെ എന്ത് വൃത്തികേടായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയായിരുന്നു. കാരണം ഒരിക്കലും ഒരു ഇമോഷണൽ പേഴ്സൺ അല്ല. അങ്ങനെ എനിക്ക് ഇമോഷൻസ് കാണിക്കുക. അപ്പോൾ മോഹൻ സാറിന്റെ സൂര്യദാഹം എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഞാനും രവിമേനോനും പേരാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒരു വേലിയുടെ അപ്പുറം ഇപ്പുറവും സംസാരിച്ച് നടന്നു വരുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ഞാൻ വളരെ റൊമാൻറ്റിക് ആയിട്ട് അദ്ദേഹത്തോട് സംസാരിക്കും. പക്ഷെ അദ്ദേഹം വളരെ ഇഗ്നോർ ചെയ്തിങ്ങനെ നടക്കും. അപ്പോൾ ഞാനിങ്ങനെ നിലത്ത് നോക്കിയാൽ സംസാരിക്കണം. അപ്പോൾ മോഹൻ സാർ പറഞ്ഞു, എൻ്റെ കുട്ടി അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി സംസാരിക്കൂ. പക്ഷെ എനിക്ക് മുഖത്ത് നോക്കാൻ പറ്റില്ല. കാരണം എനിക്ക് മുഖത്ത് നോക്കുമ്പോൾ എനിക്കൊരു ചമ്മൽ വരും. അപ്പം ഞാൻ വീണ്ടും നിലത്ത് നോക്കും. അവസാനം അദ്ദേഹം പറഞ്ഞു, ആ സാധനത്തിനൊന്ന് പറഞ്ഞു വിടാവോ ഇവിടുന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് മോശമായ വിമർശനം പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ എന്തിനാണ്, എന്നെ കൊണ്ട് കഴിയാത്ത പണിക്ക് ഞാൻ എന്തിനാ പോകുന്നത്? ഇപ്പോഴും എനിക്ക് പറ്റാത്ത പണിക്ക് ഞാൻ പോവില്ല. പക്ഷെ ഈ സിനിമയിൽ ഞാൻ സിനിമ കണ്ടുകൊണ്ട് പറയാണ്, ഈ സിനിമയിൽ
എനിക്ക് നമ്മളിപ്പോൾ കാണുന്ന അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ഭാഗ്യലക്ഷ്മിയിൽ നിന്ന് ഒരു വ്യത്യാസവും സിനിമയില്ല. ആക്ച്വലി ഇത് ഭാഗ്യലക്ഷ്മിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു റോള് പോലെ എനിക്ക് തോന്നുന്നു. ഭാഗ്യലക്ഷ്മി അഭിനയിച്ചിട്ടില്ല. ഭാഗ്യലക്ഷ്മി നിത്യജീവിതത്തിൽ കാട്ടിക്കൂട്ടുന്ന എല്ലാ കോപ്രായങ്ങളും ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഒരു മാറ്റവും ഇല്ല. ബിയർ അടിക്കുന്നത് ഒഴിച്ച്. അതിന് ഭാഗ്യലക്ഷ്മിക്ക് കഴിക്കേണ്ട ബിയറും കൂടി അമ്മച്ചി എടുത്ത് കഴിച്ചാൽ പിന്നെ എങ്ങനെ ഉണ്ടാവുക? ഇതിന് ബിയറിന്റെ കാണിച്ചില്ല എന്ന് പറഞ്ഞ അമ്മച്ചിക്ക് വിഷം വരണ്ട. ഇത് ഒറിജിനൽ അടിച്ചിട്ടല്ലേ അമ്മച്ചി? ബിയർ അടിച്ചിട്ട് അല്ലേ? എന്താ അമ്മച്ചി നോക്കുന്നേ? ഞാൻ ചോദിച്ചു, അല്ലെങ്കിൽ അപാധി ഉണ്ടാ? അടിച്ചില്ലേ? എത്ര പിന്നെ കുപ്പി അടിച്ചു അമ്മച്ചി? കുപ്പിയൊന്നും അടിച്ചിട്ടൊന്നുമില്ല. ജൂഡിന്റെ അടുത്ത് പറഞ്ഞു, ജൂടെ എനിക്ക് ഏത് സെവനപ്പ്? ഒരു ഇവിടെ സത്യമേ ബോധിക്കാവോ എന്നൊരു പുസ്തകം ഇല്ലേ ഇവിടെ, അതൊന്നും സത്യം പറ, സത്യം പറ. ആ കാറിനകത്തിരുന്ന് കുടിച്ചത് ഒറിജിനൽ ബീറ. കാരണം ഭാഗ്യലക്ഷ്മിയെ നോക്കിയാ അറിയാം. ഭാഗ്യലക്ഷ്മി വായിലേക്ക് ഒഴിക്കുക. ഞാൻ പ്രതീക്ഷിച്ചില്ല, അത് ഒറിജിനൽ ആയിപ്പോയി. വേറൊരു സീനില് പെപ്സി ഫില്ലപ്പ് ചെയ്ത് വെച്ചിരുന്നു. അപ്പൊ അതടിച്ച ഒരു ശീലത്തിന് ഇതെടുത്ത് അമ്മച്ചി നേരത്തെ പറഞ്ഞു എനിക്ക് ഒറിജിനൽ ബീർ. വരട്ടെ. രണ്ട് മുത്തശ്ശിമാർക്കും എൻ്റെ നമസ്കാരം. ഞാനിവിടെ ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലാണ്. അതിൽ നമ്മുടെ പടം നന്നായിട്ട് പോകുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതിനകത്ത് ഭാഗ്യലക്ഷ്മി ചേച്ചിയാണെങ്കിലും അമ്മച്ചിയാണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിരുന്നു. അതായത് ഈ പ്രായത്തിൽ രണ്ട് നായികമാർ മലയാള സിനിമയ്ക്ക് കിട്ടിയിരിക്കുകയാണ്. അത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. രസകരമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് വളരെ എൻജോയ് ചെയ്താണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എന്നാലും അതിനകത്ത് നമ്മൾ അമ്മച്ചി എനിക്ക് ബിയർ അടിച്ചപ്പോഴത്തേക്ക് ബിയർ സീക്വൻസ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ അമ്മച്ചി റിയലായിട്ട് അടിക്കും എന്നുള്ള അറിയാം വല്ലപ്പോഴും ആണെങ്കിലും. പക്ഷെ ഭാഗ്യലക്ഷ്മി ചേച്ചി എങ്ങനെയാ കഴിച്ചിട്ടുണ്ടോ? അപ്പൊ അമ്മച്ചിയുടെ കാര്യം ഏകദേശം എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോ അറിയണ്ടാത്ത ആൾക്കാരൊക്കെ പറഞ്ഞോളൂ. ഇനി ഒരു ഗുണമുണ്ട് അമ്മച്ചി. ഇനി വീട്ടിലൊക്കെ വൈകുന്നേരം ഡിന്നർ കഴിക്കാനൊക്കെ പോകുമ്പോൾ അവർ കുപ്പിയൊക്കെ പൊട്ടിച്ചൊക്കെ വെച്ച് തരും. എനിക്കോ? പിന്നെ അതിന് ചോദിക്കേണ്ടി വരുന്നില്ല. ഇനിയിപ്പോ ഏത് വീട്ടിൽ പോയാലും അമ്മച്ചിയെ വരവേൽക്കാൻ പോകുന്ന രണ്ട് ബിയർ കുപ്പിയായിരിക്കും. അങ്ങനെയൊന്നും ഞാൻ കുടിക്കില്ല. ആശയൊന്നും പിടിക്കണ്ടെന്ന് കഴിച്ചോളൂ. ഭാഗ്യം ഇതൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ ഇല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ അതൊരു വാശിയായിരുന്നു. കാരണം നമ്മളെപ്പോഴും പറയും സ്ത്രീകൾക്ക് എല്ലാ സ്വാതന്ത്ര്യം വേണം എന്ന് പറയും. സ്വാതന്ത്ര്യം അല്ല, ഒരു പരസ്പരം മനസ്സിലാക്കലാണ്. പക്ഷെ അത് മദ്യപിച്ച് കൂത്താടിക്കൊണ്ടുള്ള സ്വാതന്ത്ര്യത്തിനോട് എനിക്ക് വലിയ കൂത്താടലല്ല ഇതൊക്കെ. അല്ല, നമ്മൾ നിൽക്കുന്ന ഒരു ഫീൽഡ് ഉണ്ടല്ലോ, നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാവരോടും ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ത്രീ മദ്യപിച്ച് ഒരല്പം നില തെറ്റിക്കഴിഞ്ഞാൽ ഒരാൾക്ക് ചൂഷണം ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ അമ്മച്ചിക്ക് അതൊന്നും ബാധകമായിട്ടില്ലല്ലോ. അമ്മച്ചി വീട്ടിനകത്തിരിക്കുന്ന, ഞാൻ പറഞ്ഞ അതാ പറഞ്ഞ ഫീൽഡിന്റെ കാര്യം. ഞാൻ ജോലി ചെയ്യുന്ന അമ്മച്ചി ഇടയ്ക്ക് ഭാഗ്യലക്ഷ്മി വീട്ടിലൊക്കെ വിളിച്ചിട്ടൊരു എന്താ കാരണം അറിയോ? ഭാഗ്യലക്ഷ്മിയുടെ ഒരു ഡയലോഗ് ഉണ്ട്. അത് ഭാഗ്യലക്ഷ്മി സ്ക്രിപ്റ്റിൽ നിന്ന് പറഞ്ഞതാണെങ്കിൽ പോലും ഭാഗ്യലക്ഷ്മിയുടെ മനസ്സിൽ കൊണ്ട് പറഞ്ഞ ഡയലോഗ് ആ സിനിമയിൽ. അമ്മച്ചിയോട് പറഞ്ഞ ഡയലോഗാ. ഭാഗ്യലക്ഷ്മി പറഞ്ഞാണോ സംശയിക്കുന്നത്. അതായത് ഒരു ദിവസമെങ്കിലും ഒരു ആണായി ജീവിക്കണമെന്നാണ് ഒരു പെണ്ണിന്റെ ആഗ്രഹം. പറഞ്ഞാണോ ഭാഗ്യലക്ഷ്മി? അത് പറഞ്ഞ തന്നെയാണോ? അതെനിക്ക് ഇഷ്ടമുള്ള ഒരു ഡയലോഗ്. ഞാൻ മനസ്സ് കൊണ്ട് പറഞ്ഞതാ. പക്ഷെ ആണായി ജീവിക്കാന്ന് വെച്ചാൽ മദ്യപിച്ച് ജീവിക്കുക എന്നുള്ളതല്ല. അല്ല, എന്ന് വെച്ചാൽ അത് സ്വാതന്ത്ര്യ പ്രഖ്യാപനം പോലെയാണ്. അതായത് ഒരു നിയന്ത്രണങ്ങളും ഇല്ലാതെ വേണമെങ്കിൽ ജീവിക്കാം. ഇപ്പൊ ഞാൻ അങ്ങനെ തന്നെ അല്ല, നിയന്ത്രണങ്ങൾ ഇല്ലാന്ന് പറഞ്ഞ് ജീവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അമ്മച്ചി അതങ്ങനെയല്ല. ഇപ്പൊ ഒരു സ്ഥലത്ത് പോകുമ്പോ ഇതെന്താ 8 മണി കഴിഞ്ഞ് ഇതെന്താ വഴി, അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള അത് അല്ലാതെ നമ്മള് അതല്ലേ ഉദ്ദേശിച്ച ഭാഗ്യലക്ഷ്മി. അതായത് ഒരു പ്രത്യേകിച്ച് ഒരു പരിധിയോ പരിമിതിയോ. ഞാൻ രാത്രി ഒരു 11-12 മണിക്ക് ഞാനിങ്ങനെ വെറുതെ ഇരിക്കണെങ്കിൽ ഒന്ന് ബീച്ച് വരെ ഒന്ന് ഡ്രൈവ് ചെയ്തിട്ട് വന്നാലോ, വണ്ടി എടുത്ത് പോവാം. അത് എന്തോ സ്ത്രീക്ക് നിഷേധിക്കപ്പെട്ടതാണ് അല്ലെ? അതിലിപ്പോ ഞാൻ അത് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഫീൽ, അത് കറക്റ്റാണ് ഞാൻ പറയണേ. പക്ഷെ ഭാഗ്യലക്ഷ്മി ഇപ്പോൾ അത് പയറ്റുന്നുണ്ടാവും. ഇപ്പൊ ഭാഗ്യലക്ഷ്മിക്ക് അങ്ങനെ ഒരു സന്ദേഹങ്ങളൊന്നുമില്ലല്ലോ, ഒരിക്കലും ഒന്നുമില്ല. അല്ല, അതുപോലെ തന്നെ ഇപ്പൊ കള്ളു കുടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആഗ്രഹമുള്ള പെണ്ണുങ്ങൾക്ക് കള്ളു കുടിക്കാന്നുള്ളതല്ലാതെ അത് ആണാകാൻ വേണ്ടിട്ടല്ലോ. എല്ലാത്തിനും എക്സ്പെർട്ടാണോന്ന് എനിക്ക് സംശയം. ചാണ്ടി ചായന് ഇടയ്ക്കൊക്കെ ഒഴിച്ചു തരുമോ? ഞങ്ങളോ? രണ്ടുപേരും ഒന്ന് കഴിക്കാറുണ്ടോ? ആണോ? ചണ്ടിച്ചാരന് നല്ല കമ്പനിയാണല്ലേ. പുള്ളിക്ക് ബിയർ കൊണ്ടൊക്കെ തൃപ്തിയാവും. ഞങ്ങൾ രണ്ടുപേരും നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉള്ളൊരു ബിയർ കൊണ്ട് തൃപ്തിയാവൂ. അങ്ങനെയൊന്നും വലിയ കുടിയനൊന്നും അല്ല. കുടിക്കുകയാണെങ്കിൽ ഒരു പെഗ്ഗൊക്കെ കുടിക്കും. ഒരു പെഗ്ഗ കള്ളം ഞാൻ ഇതിനാ പറയണേ. രാജിനി ഇന്ന് വെള്ളിത്തിരയിൽ ഒരു താരമാണ്. ഞാൻ 1970 മാർച്ചില് സാധാരണ നമ്മൾ വീട്ടുകാർ ആലോചിച്ചൊരു
പ്രപ്പോസലിന് പെണ്ണ് കാണാൻ വന്നത് എനിക്ക് ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. അന്ന് വളരെ ബോൾഡായിരുന്നു. രാജിനി അന്ന് 19 വയസ്സ് തികഞ്ഞിട്ടില്ല. പിന്നെ പാല അൽഫോൺസ കോളേജിലെ ബേസിക് പഠിക്കുന്ന കാലമാണ്. എന്നെ ഞങ്ങൾ കണ്ടു, വീട്ടുകാർ പരിചയപ്പെട്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യമായിട്ട് കാണുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ മാർച്ചിൽ തിരിച്ചു പോയി. ഞാൻ 3 ദിവസത്തെ ഒരു വീക്കെൻഡിന് വന്നതാണ്. ജൂൺ 1-ാം തീയതി ഞങ്ങളുടെ കല്യാണം നടന്നു. അതിനോട് 1-2 എഴുത്തൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൽക്കുള്ളത് പരിചയങ്ങളൊന്നുമില്ല. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ബോംബെ ചെന്ന് കഴിഞ്ഞിട്ടാണ് രാജിനിയുടെ 19ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും മുടി ഡൈ ഉണ്ടാകും തീരുമാനിച്ചു. ചാൻസിന്റെ തല നനച്ചു കഴിഞ്ഞപ്പം ഞങ്ങൾ രണ്ടുപേരും നടക്കുമ്പോൾ ആൾക്കാർക്കൊരു സംശയം, രണ്ടാം ഭാര്യയാണോ? ഏജ് ഡിഫറൻസ് ഉണ്ടോ? കാരണം ഞങ്ങൾ തമ്മിൽ 8-9 വയസ്സിന് വ്യത്യാസമുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു അപ്പം ഞാൻ തീരുമാനിച്ചു, എന്തായാലും എന്റെ തല നരയ്ക്കുമ്പം ഞാൻ ഡൈ ചെയ്യുന്നല്ല. പ്രഖ്യാപിച്ചു. ഞാൻ തീരുമാനിച്ചു. ഇഷ്ടമായി. ഒബ്ജക്ഷൻ ഒന്നും പറഞ്ഞില്ല. രാജനി ആന്റി അല്ലെങ്കിൽ അമ്മച്ചിയെ കണ്ടത് 19ാമത്തെ വയസ്സിലല്ലേ? അപ്പൊ യഥാർത്ഥത്തിൽ ഒരു കോളേജ് ക്യാമ്പസിന്റെ ഒരു സൗരഭ്യവും അതിൻ്റെതായ സർഗാത്മകതയൊന്നും ആസ്വദിക്കാൻ ഒരു സമയം കിട്ടി. ഡിഗ്രി ഉണ്ടായിരുന്നല്ലോ 2 വർഷം. ഡിഗ്രി ഉണ്ടായിരുന്നല്ലേ കോളേജിൽ? ഡിഗ്രി വെച്ചാണ് ഈ അമ്മച്ചിയുടെ പ്രണയം സിനിമയിൽ സക്രിയ വന്നത്. അതെ അതെ, അത് സിനിമയിലെ സക്രിയ. എന്റെ പ്രീ ഡിഗ്രിക്ക് അങ്ങനത്തെ പ്രണയമൊന്നും ഒറ്റൊരുത്തരും വന്നില്ലേ? ഞാൻ അങ്ങോട്ടും പോയില്ല, ആരും എൻ്റെ അടുത്തും വന്നില്ല. എന്നാലും ചില പിള്ളേരോടൊക്കെ ചെറിയൊരു കൗതുകമൊക്കെ ഭാഗ്യലക്ഷ്മിക്ക് കൊണ്ടായ പോലെ ഉണ്ടാകേണ്ടതല്ലേ? എനിക്ക് തോന്നിയില്ല. ഇല്ല. അത് ഞാൻ പറഞ്ഞത്, ഇപ്പോഴത്തെ പിള്ളേർക്കാണ് ഒരു 14-15 ആകുമ്പോഴത്തേന് ഈ പ്രണയം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എല്ലാം അറിയാം. എൻ്റെയൊക്കെ 1965-67 അങ്ങനെ ഈവൻ ഒരു ആൺകുച്ചും പെങ്കുച്ചും നമ്മളുടെ ഡിഫറൻസ് തന്നെ അത്ര എനിക്ക്, ഞാൻ വിചാരിച്ചപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ നിറച്ച് വളയൊക്കെ ഇട്ട് പല വീടുകളിൽ കൂടെയൊക്കെ ഉണ്ട് തിന്നൊക്കെ നടക്കാന്ന്. ഇതിനകത്ത് വേറെ സംഗതി ഉണ്ടെന്നുള്ള കല്യാണം കഴിഞ്ഞ ഇത് അവിടെ കൊണ്ട് അവസാനിക്കില്ല. ഭാഗ്യലക്ഷ്മി വലിയൊരു ഉത്തരവാദിത്തമായിരുന്നു ഭാഗ്യലക്ഷ്മിക്ക്. എന്താ കാരണം വെച്ചാൽ, ഞാൻ മനസ്സിലാക്കുന്നത് ഈ സിനിമയില് വലിയൊരു വേഷം അഭിനയിക്കണം. പിന്നെ മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു സ്റ്റേക്കുള്ളൊരു വ്യക്തിയാണ് ഭാഗ്യലക്ഷ്മി. അത് വിജയിക്കണം എന്നുള്ളത് വളരെ നിർബന്ധം ഭാഗ്യലക്ഷ്മിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ആ സിനിമ തെരഞ്ഞെടുത്തതും കഥാപാത്രം തെരഞ്ഞെടുത്തതും പാളാൻ പാടില്ല. 2, വേറൊരാളെ ഇതുപോലെ തന്നെ അഭിനയിപ്പിച്ചെടുക്കേണ്ടതും ഒരു ബാധ്യതയായിരുന്നു. അതും ഇതുവരെ സിനിമയിൽ കൈവെക്കാത്ത, എന്താണെന്ന് പോലും അറിയില്ല, മമ്മൂട്ടിയുടെ മോഹൻലാലും പോലെ അറിയാവുന്നവരാണ്. ഈ ഉത്തരവാദിത്വം എങ്ങനെ നിർവഹിച്ചു ഭാഗ്യലക്ഷ്മി? ഇത് ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ആദ്യം വന്ന് കഥ പറഞ്ഞപ്പോൾ ഞാൻ ജൂഡിനോട്, ജൂടെ ഈ പടം ഓടുമോ? ഒരു പേടി ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ ചോദിച്ചത് അതാ. കഥ കേട്ടപ്പോൾ ഈ 2 പ്രായമായ സ്ത്രീകളാണ് പടത്തിന്റെ നട്ടെല്ലെന്ന് പറയുമ്പോൾ സിനിമ പരാജയപ്പെട്ടാൽ ഈ പറയുന്ന മാതിരി നമ്മൾ ഇരുന്നിരുന്നൊന്ന് അഭിനയിക്കാൻ വന്നിട്ട് അത് കുളമായി എന്ന് ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ജൂഡ് എന്നോട് പറഞ്ഞു, ഇത് വിജയിച്ചാലും പരാജയപ്പെട്ടാലും ചേച്ചി ഒരു നല്ല സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു നല്ല മെസ്സേജ് സൊസൈറ്റിക്ക് കൊടുത്തു എന്നൊരു തൃപ്തിയുണ്ട്. പിന്നെ അമ്മച്ചി പുതിയതാണ്. അപ്പൊ നമ്മളെല്ലാരും വിളിക്കുന്ന അമ്മച്ചി എന്നാണ്. ഒരിക്കലും നമ്മൾ ആരും മാഡം എന്നോ പേര് ചേച്ചി എന്നൊരു വാക്ക് എനിക്കൊന്നും കേട്ടിട്ടേ ഇല്ലാന്ന് തോന്നുന്നു സെറ്റില്. അപ്പൊ അമ്മച്ചിയാണ് എന്ന് പറഞ്ഞ, അപ്പൊ സെറ്റിൽ വന്നപ്പോ അമ്മച്ചിയെ സംബന്ധിച്ച് മനസ്സിലൊരു അഭിനയത്തെ കുറിച്ചൊരു ധാരണയുണ്ട്. അതായത് ഇവർ ഈ ലയൺസ് ക്ലബ്ബ് ഇങ്ങനെ ഒരു ഹൈ ഫൈ ലൈഫ് ജീവിക്കുന്നവരാണ്. ലെഗിൻസ് അതൊരു ഷോർട്ട് ടോപ്പും ലെഗിൻസും ഇട്ട് പടക്ക് 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 എന്ന് പറഞ്ഞാണ് ഈ നടക്കുന്നതൊക്കെ കേട്ടോ. പടക്കുതിര അതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കുറെ കളിയാക്കിയിട്ടുണ്ട്. അത് വേറൊരു ഭയങ്കര സ്പോർട്ടീവാ, എന്ത് കളിയാക്കിയാലൊന്നും. അപ്പോ സെറ്റിൽ വന്നപ്പോ അമ്മച്ചിയുടെ മനസ്സിൽ ഈ അഭിനയം എന്ന് പറയുന്ന ഈ നാടകമൊക്കെ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ പിന്നെ നമ്മൾ സെറ്റിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല അമ്മച്ചി, നമ്മൾ കാഷ്വലായിട്ട് നടക്കുന്നു, കാഷ്വലായിട്ട് ചെയ്യുന്നു, അത് കൂടെ ഇടുന്നു, പിന്നെ ഇങ്ങനെയൊക്കെ നമ്മൾ റിയാക്ട് ചെയ്താൽ മതി. അതിങ്ങനെ പറഞ്ഞ് 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 കാലാവസ്ഥ അത്ര അനുകൂലമായിരുന്നില്ല. അയ്യോ, ഞങ്ങള് 45-50 ഡിഗ്രി ചൂടില് ഒരു വെയിലത്ത് വയലിലും, ഓർമ്മയുണ്ടോ? നമ്മൾ എപ്പോഴൊക്കെ പുറത്തൊക്കെ ഷൂട്ട് ചെയ്തതൊക്കെ ഇത്രയും ചൂടില്ല. ഞങ്ങൾക്ക് കാരവാൻ ഇല്ല. പിന്നെ അമ്മച്ചിയെ മൂഡ് ഓഫ് ആക്കാതിരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒക്കെ ദൗത്യം. നമ്മളിങ്ങനെ എത്ര കാണിച്ചാലും നമ്മൾ ഒരിക്കലും മൂഡ് ഓഫ് ആവില്ല. രണ്ടാമത് നമ്മുടെ മുമ്പിലുള്ള ഉണ്ടായിരുന്ന ഒരു വലിയ പ്രതിസന്ധി എന്താന്ന് വെച്ചാൽ, ജൂഡ് ഒരുപാട് വലിയ നടികളോടൊക്കെ സമീപിച്ചിട്ടുണ്ട് ഈ കഥാപാത്രത്തിൽ. പക്ഷെ എല്ലാവരും പറഞ്ഞു മുത്തശ്ശിയായിട്ട് അഭിനയിക്കാൻ തയ്യാറല്ല. അപ്പോ അമ്മച്ചി ഇത് അഭിനയിച്ചേ പറ്റൂ. രണ്ടാമത് അമ്മച്ചിയെ മാതിരി ചടുലമായിട്ട് ചാടി ഓടി ചെയ്യാൻ
വേറെ ആരും ഇപ്പോഴുള്ളവരാരും അങ്ങനെ ശരിയാവില്ല എന്ന് ജൂഡിന് തോന്നി. അപ്പൊ അമ്മച്ചിയുടെ അടുത്ത് ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ ഡാൻസ് കളിക്കും. ആ മറ്റേ എന്താ JCB-ലൊക്കെ ഓടി അങ്ങ് കയറുകയല്ലേ ചെയ്യുന്നത്. അത്രയൊന്നും സ്പീഡില് സാധാരണ നമ്മൾ എന്താ കരുതുക 60 വയസ്സ് കഴിഞ്ഞാൽ വയസ്സായി. പക്ഷെ അമ്മച്ചിക്ക് അങ്ങനെ വയസ്സായി എന്നുള്ള തോന്നി. ശരിയാണ്. ഞാൻ നോക്കുമ്പോഴും നമ്മുടെയൊക്കെ വീട്ടില് മുത്തശ്ശിമാരൊക്കെ ഉണ്ടല്ലോ. അപ്പം അവരൊക്കെ സാധാരണ മുത്തശ്ശി എന്ന് പറയുമ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ വേറെ പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് എനർജിയാണ്, കംപ്ലീറ്റ്. ഇപ്പൊ സുരാജിനേക്കാളും സുരാജിന്റെ വൈഫ് അല്ലെങ്കിൽ സുരാജിന്റെ കൂടെ ഞാൻ ബെഡ്റൂമില് അതൊക്കെ ഒറ്റ ഷോട്ടിന് എടുത്തതാ ആ ഡയലോഗ്സ് മുഴുവൻ. സംഭവം മാറി. ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ട്രാക്കിൽ വീണു. ആദ്യം വൈകാട്ട് പഠിച്ചോ സ്ക്രിപ്റ്റ് ഒക്കെ? ആരും പറഞ്ഞു, എനിക്ക് ആരും പ്രോമിറ്റ് ചെയ്തിട്ടില്ല. പഠിക്കുന്ന സമയത്ത് പഠിക്കാത്ത ആളാണ് ഏറ്റവും അധികം ഫസ്റ്റ് ഡേ എടുത്ത ഒരു ഷോട്ടാണ് ആ കുട്ടികളുടെ പുറത്ത് ചെളി തെറിപ്പിക്കുന്നത്. അന്ന് കുറെ കരയൊക്കെ ചെയ്ത് പോടാ പട്ടി എന്ന് പറഞ്ഞപ്പോ പട്ടിന്ന് വിളിക്കോ, പട്ടിന്ന് വിളിക്കുന്നതൊക്കെ സംസ്കാരമില്ലാത്തവർ വിളിക്കുന്ന അതൊക്കെയായിരുന്നു ഏറ്റവും വലിയ ടെൻഷൻ. അപ്പം എത്ര പറഞ്ഞിട്ടും അത് രാജിനി ചാണ്ടിയല്ല, അത് ലീലാമ്മയാണ്. അത് ഉള്ളിലേക്ക് എടുക്കാൻ കുറച്ച്. അമ്മച്ചിയുടെ ജീവിതത്തിൽ ഇങ്ങനെ വല്ല മുത്തശ്ശിമാരെ പരിചയപ്പെട്ടിട്ടുണ്ടോ? കുടുംബത്തിൽ വല്ലോ? ഇല്ല. അങ്ങനെ ഒരു പരിചയമില്ല. യഥാർത്ഥത്തിൽ സ്ക്രിപ്റ്റിലൂടെ തന്നെ പോകേണ്ട ഒരു സിറ്റുവേഷൻ, ഒരാളെ അനുകരിക്കേണ്ടതായിട്ട് വന്നില്ല. സ്ക്രിപ്റ്റ് എന്താണോ വിഭാവനം ചെയ്തത് എന്ത് പറഞ്ഞോ അത് ഞാൻ ചെയ്തു എന്ന് പറയാം. പിന്നെ ഭാഗ്യവധം കൊണ്ട് ഭാഗ്യലക്ഷ്മി ആദ്യത്തെ ഷോട്ടിലൊന്നും ഭാഗ്യലക്ഷ്മി ഇല്ലല്ലോ. ഫസ്റ്റ് നമ്മൾ ഒരുമിച്ച് തുടങ്ങി. പിന്നെ കുറെ ആയപ്പോ ഞാൻ പോയി. ഒരു 10 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ പോയി. അപ്പൊ പിന്നെ ഒരു ദേശത്തിലേക്കുള്ളത് വരുമ്പോ എന്താണോ ജൂഡ് പറഞ്ഞത് അത് ഞാൻ ചെയ്തു. മുത്തശ്ശി കഥയിലെ മുത്തശ്ശി എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അതിൽ പ്രത്യേകമായിട്ടൊന്നും ചെയ്തിട്ടില്ല. കാരണം മുത്തശ്ശി അത് അങ്ങനെ തന്നെയാണ്, നഠ്യങ്ങളില്ലാത്ത രാജിനിച്ചാണ്ടി. അതിൻ്റെ അതിൽ ഫുട്ബോൾ കളിക്കുന്നതും ചെളിവെള്ളം തെറിപ്പിക്കണമൊക്കെ എന്നും ഞങ്ങൾ കൂടുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങളുടെ വൺ ഡേ ടൂറിലൊക്കെ ആൻറ്റി ഞങ്ങളുടെ അടുത്ത് കാണിക്കുന്ന അതേ കാര്യങ്ങളുണ്ട്. അഭിനയത്തിൻ്റെ ഒരു സ്ട്രെയിൻ ആൻറ്റിക്ക് ഈ ഫിലിമിൽ ആവശ്യമായി വന്നിട്ടില്ല. ഈ പറഞ്ഞ സിനിമയിലെ മുത്തശ്ശിയുടെ ആ സ്വഭാവം തന്നെയാണ് നിത്യജീവിതത്തിൽ ഈ രാജിനി ആന്റിക്കാണെന്നാണ് അവര് നിങ്ങളുടെ സുഹൃത്ത് പറയണത്. ആണോ? ഇതുപോലെ തെമ്മാടിയാണ്? തെമ്മാടി എന്നല്ല, ഇതുപോലെ വളരെ ഔട്ട് ഗോയിങ് ആണ്, ഔട്ട് സ്പോക്കൺ ആണ്. മറ്റുള്ളവർ വണ്ടി ഓടിക്കും അതൊക്കെ ഓവർടേക്ക് ചെയ്ത് അവരെ നോക്കിയിട്ട് അങ്ങനെയൊന്നും ചെയ്യാറില്ല. പക്ഷെ റോഡിൽ മൂത്രം ഒഴിക്കാതെ കണ്ട ഇവിടെയാണോ മൂത്രം ഒഴിക്കാൻ ചോദിക്കാതെ പോവാറ്. അടിവയറ്റ് ഒരു തൊഴി ഒഴിച്ചോ? തൊഴിക്കാറൊന്നുമില്ല, ചോദിച്ചിട്ടേ പോകാറുള്ളൂ. ആണ്, ഭയങ്കര കർശനമാണ്. അപ്പൊ ഈ റോഡിൽ തുപ്പുന്നത്, റോഡിൽ വേസ്റ്റ് ഇടുന്നത്, അതിനൊക്കെ ഞാൻ ഡെഡിലേക്ക് അപ്പോഴൊക്കെ ഞാൻ ദേഷ്യപ്പെടാറുണ്ട്. അപ്പൊ അവിടെ പരിസരത്തുള്ള ആൾക്കാരെല്ലാം ഒരു നോട്ടപ്പുള്ളിയായിട്ടാണ് വെച്ചിരുന്നത്, അല്ലാണ്ട് ആന്റി ആയിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്. ആദ്യകാലത്തോ? ആദ്യകാലത്ത് ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഭാഗ്യലക്ഷ്മി പറഞ്ഞ മാതിരി ഞാൻ ലെഗിങ്സ് ഇട്ടു, അല്ലെ ജീൻസ് ഇട്ടു. 1995 അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പൊ പിന്നെ ഒരു 40-45 വയസ്സായ ആള് അത് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സംഭവമല്ലേ. അപ്പൊ അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ അവർക്കുണ്ടായി കാണും, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ചാണ്ടിച്ചായ ഒരു സമാധാനപ്രിയനല്ലേ? സമാധാനപ്രിയ, എനിക്ക് മനസ്സിലായി. വളരെ സമാധാനപ്രിയനാണ് അദ്ദേഹം സൈകണ്ടൊക്കെ സഹിച്ച് വളരെ നല്ല രീതിയിൽ ജീവിക്കുകയാണ്. എന്തായാലും 46 വർഷം ഇങ്ങനെ ഭംഗിയായിട്ട് പോയില്ലേ, ആര് സഹിച്ചു. എന്റെ അമ്മച്ചി ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. എന്താ കാരണം വെച്ചാല്, ഒന്ന് അദ്ദേഹത്തിന്റെ മുഖത്തൊരു സന്തോഷം, ഭാര്യ ഒരു സ്റ്റാർ ആയതിന്റെ ഒരു സന്തോഷം. 2, ഈ ഒരു പരിപാടിക്ക് വളരെ പൂർണ്ണ സംഭവത്തോടല്ലേ വിട്ടത്. ഡ്രോപ്പ് ചെയ്ത എയർപോർട്ടിൽ. വേറെ ആരെങ്കിലും ആണെങ്കിൽ സിനിമ അഭിനയിക്കാമോ? വയസ്സാകാലത്ത് വീട്ടിൽ കയറി ഇരിക്കണേ എന്നല്ലേ പറയാ. പക്ഷെ മൂപ്പർക്ക് വലിയ അത് മാത്രല്ല, ഈ ഏകദേശം 45 ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഈ 45 ദിവസവും അദ്ദേഹം വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയല്ലേ. ഇത്രയും വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ച ഒരാളെ ചിലപ്പോ ഒരു സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ പറ്റുന്ന ഭാഗമായിട്ടാണോ? ഞാൻ പറഞ്ഞു, ഇപ്പൊ ഇങ്ങനെ നിങ്ങൾ ഇതുപോലെ വിളിച്ചു തന്നെ ഞാൻ വരണ്ടി വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്റ്റെപ്പിന് വെക്കും. അപ്പൊ ഞങ്ങള് വെറുതെ സെറ്റിൽ പറയായിരുന്നു. എല്ലാരും പറഞ്ഞു, അയ്യോ ഇനിയിപ്പോ ചാണ്ടിച്ചന് ഒറ്റയ്ക്കല്ല. അപ്പൊ നമ്മള് പറഞ്ഞു, അമ്മച്ചിയെ വണ്ടി കയറ്റി വിട്ട പൊണ്ടാട്ടി ഊരിക്ക് പോയാ. ആ സിനിമയൊന്നും കാണിക്കരുത്. വരട്ടെ. ഹായ്, എന്റെ 2 ജാങ്കോ മുത്തശ്ശിമാർ അവിടെ ഇരിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്ക് 2 പേരും നമ്മളൊരു ഫാമിലി ആയിട്ട് തന്നെയായിരുന്നു ഫുൾ പോയിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞങ്ങളുടെ അമ്മച്ചീനെ പറ്റി പറയുമ്പോ ശരിക്കും ജാങ്കോ ആണ്. ആ പടത്തിൽ കാണുന്നത് മറ്റേ അമ്മച്ചി ആ ജാങ്കോ എന്നുണ്ടെങ്കിലും ശരിക്കും ലീലാമ്മ എന്ന് പറയുന്നത് ഒരു ജാങ്കോ മുത്തശ്ശി തന്നെയാണ്.
സോ എനിക്ക് അമ്മച്ചിയുടെ അടുത്ത് ചോദിക്കാനുള്ളത്, ഈ ഒരു പടം കഴിഞ്ഞു, മുത്തശ്ശി കഥ കഴിഞ്ഞു, ഇനി ഓഫേഴ്സ് വരുമ്പോ ഹൗ യു ഗോയിങ് ടു അപ്രോച്ച്, അല്ലെങ്കിൽ ഓഫേഴ്സ് എടുക്കോ, അല്ലെങ്കിൽ വാട്ട് ആർ യു ഗോണ പ്ലാൻ ഫോർ ദി നെക്സ്റ്റ് വെഞ്ചർ ഇൻ ദിസ് ഇൻഡസ്ട്രി? ഞാൻ അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എനിക്കിതുവരെ ആരും ഓഫർ വന്നിട്ടുമില്ല. നല്ല റോള് കിട്ടുകയാണെങ്കിൽ ജാങ്കോ അല്ലാത്ത നല്ലൊരു അമ്മച്ചിയായിട്ടോ IPS ഓഫീസറൊക്കെ ആയിട്ടൊന്ന് അഭിനയിച്ചോ. കാക്കിയൊക്കെ ഇട്ട് പോലീസായിട്ട് അഭിനയിക്കാൻ ഇഷ്ടമാണ്. അതായത് ഈ ആലുവ ഭാഗത്ത് പല ആൾക്കാരുടെ അടിവേറ് നോക്കിയിട്ട് തൊഴിക്കണം എന്നായിരുന്നു ഈ പറഞ്ഞ അമ്മച്ചിയുടെ ഒരു ആഗ്രഹം. ഞാൻ അവിടെ ആലുവ ഭാഗത്ത് അമ്മച്ചിയുടെ പറഞ്ഞേട്ടാ ന്യൂസ് എവിടെ വരെ എത്തി ഈ അമ്മച്ചിയുടെ അയൽവക്കത്തുള്ള 1-2 ആൾക്കാരോട് സംസാരിച്ചു പറഞ്ഞു, ആദ്യകാലത്ത് മഹാ കച്ചറയായിരുന്നു, കണ്ടതിനും പിടിച്ചതിനും ഒക്കെ വഴക്കും ബഹളമായിരുന്നു, പിന്നെയാണ് കുറച്ചൊരു മാറ്റം ഉണ്ടായത്. ശരിയല്ലേ? അല്ല, എനിക്ക് തോന്നുന്നില്ല. അത് ആരും പറഞ്ഞൊന്നും പറഞ്ഞ അഡ്രസ് പറഞ്ഞ അഡ്രസ് വരുന്നു. എന്ത് പറഞ്ഞാലും ഇവിടെ തെളിവുണ്ട് കേട്ടോ. നോക്കട്ടെ. രാജിനി ചാണ്ടി എന്ന ഞങ്ങളുടെ ആൻറ്റി എന്നും ഞങ്ങൾക്കൊരു അത്ഭുതമായിരുന്നു. ഏകദേശം 18 വർഷമായി ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം. അത് അന്ന് ആളുകൾക്കെല്ലാം പ്രവാസ ജീവിതം കഴിഞ്ഞെത്തിയ ആൻറ്റിയെ എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു. അന്ന് കൈരളി ചാനൽ വഴി തന്നെ എയറോബിക്സും സ്വിമ്മിങ്ങും എല്ലാം കഴിഞ്ഞ് അവിടെ നാട്ടുകാർക്കെല്ലാം ഒരു സംസാര വിഷയമായിരുന്നു ആൻറ്റി. സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം സുഖമായിട്ട് കിടന്ന് രാത്രി വളരെ താമസിച്ചെത്തി കഴിഞ്ഞിട്ട് കാലത്ത് 5-5:30 മണിക്ക് വിളിച്ച് എണീപ്പിക്കുമ്പോൾ ആൻറ്റിയോട് പരിചയപ്പെടേണ്ടെന്ന് ഒരു തോന്നൽ ഘട്ടങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഭക്ഷണം കൊണ്ടുവരികയും ഭക്ഷണം വിളമ്പുകയും ചെയ്യുന്നത് വളരെ അത്ഭുതം തന്നെയായിരുന്നു. അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഭക്ഷണം കൊണ്ടാ കൊടുക്കും, അതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതെ, മറക്കാൻ പറ്റാത്ത മറ്റു പല അധ്യായങ്ങളും പുള്ളി ഓർമ്മിപ്പിക്കും. അത് ബാഡ്മിന്റൺ കളിക്കാനേ രാവിലെ വിളിച്ചേക്കണമെന്ന് പറയും ഇവര്. എന്നിട്ട് ഇവര് കിടന്നുറങ്ങും. അപ്പൊ ഞാൻ വിളിച്ചിട്ട് വാടാന്ന് പറഞ്ഞ് വിളിക്കുന്നതിനായി പറയുന്നത്. അപ്പൊ അവിടെ സഹായിച്ചതിനാണ് ചെയ്തത്. എന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ടായിരിക്കും ഞാൻ പോണത്. അമ്മച്ചിയുടെ ഒരു പ്രത്യേകത, അപ്പൊ ഞാൻ തന്നെ ഇപ്പം ഈ ഒരു അഭിമുഖത്തിന്റെ കാര്യം സംസാരിച്ച് വന്നപ്പോഴാണ് നമ്മുടെ ചാനലുമായിട്ട് അമ്മച്ചിക്ക് ഒരു അസോസിയേഷൻ ഉണ്ടായിരുന്നുള്ള കാര്യം പുറത്തേക്ക് വരുന്നത്. നമുക്കറിയാത്തൊരു കാര്യമായിരുന്നു. ഭാഗ്യലക്ഷ്മിക്ക് അറിയില്ലായിരുന്നല്ലോ. ഈ അമ്മച്ചിയുടെ കലാപ്രകടനങ്ങളൊക്കെ പണ്ട് ഈ ചാനലിൽ വന്നോണ്ടിരുന്നതാണ്. അന്നും ആരും ശ്രദ്ധിച്ചില്ല. വരട്ടെ. പക്ഷെ ലെഗിങ്സ് കൂട്ടുള്ള ഒരു കളി ഉണ്ടായിരുന്നു. അതായിരുന്നു സാരിയൊക്കെ വളരെ അപൂർവമായിട്ട് കൊടുക്കുള്ളൂ. സാരി ഒഫീഷ്യൽ സാരി കൊടുക്കും. ഇന്നെന്നാ ഒരു ജീൻസ് ഒക്കെ ഇട്ട് വന്നൂടായിരുന്നു അമ്മച്ചി? ഇതിപ്പോ ഒഫീഷ്യൽ അല്ലേ? എന്ത് ഒഫീഷ്യൽ? ഞാൻ പറഞ്ഞില്ലല്ലോ ക്യാഷിലാണ്. ഇത് വളരെ ക്യാഷ്. നമ്മള് വെറുതെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കല്ലേ. ആൾക്കാരെ ഞെട്ടിക്കല്ലേ ചെയ്യേണ്ട. ആൾക്കാരെ ചട്ടയും മുണ്ടും ചർച്ചയുണ്ട് കേട്ടോ. ആൾക്കാരെ വല്ലതും പറഞ്ഞോ? ഞാൻ പള്ളിയിലെ ചട്ടയും മുണ്ടും എടുത്ത് വന്നാ മതി എന്ന് പറഞ്ഞ. ഇടയ്ക്കൊക്കെ ഞാൻ പോണോ ഇതൊക്കെ നല്ലൊരു വസ്ത്രമല്ലേ? അത് മാത്രമല്ല, ഇങ്ങനെയുള്ള ആൾക്കാരത് ഉപയോഗിച്ച് പിന്നീട് അതൊരു ട്രെൻഡ് ആക്കിയിട്ട് വേണം തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അമ്മച്ചി ഈ സിനിമയിൽ ഏറ്റവും സന്തോഷിച്ച സീൻ ഏതാണെന്നറിയോ? അവസാനം പാന്റ് ഷർട്ട് ഇട്ടിട്ട് വരത്തില്ലേ, എന്തൊരു ആനന്ദമായിരുന്നു എന്നറിയോ. കാരണം ഒരു സ്വാതന്ത്ര്യം കിട്ടുക. ചട്ടയും മുണ്ടൊന്നും ജീവിതത്തിൽ ഇട്ടിട്ടില്ല, എങ്ങാണ്ട് ക്ലബിലെങ്ങാണ്ട് ഇട്ടിട്ടേ ഉള്ളൂ അല്ലേ? ചുമ്മാ ഒരു ഫാൻസി സ്റ്റൈലിന് വേണ്ടിയാണ് ചട്ടയും മുണ്ട് ഒരു പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഈ സിനിമയിൽ കംപ്ലീറ്റ് ചട്ടയും മുണ്ടായി ഒരു ദിവസം സാരി ഉടുക്കേണ്ടി വന്നപ്പോൾ വളരെ സന്തോഷമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു വളരെ സന്തോഷം തോന്നി ആ പാൻറ് ഷർട്ട് ഇട്ടപ്പം. അങ്ങ് എൻജോയ് ചെയ്ത സീൻസാണ് ഈ പറയുന്ന ബിയർ അടിക്കുന്ന സീന്, പാൻറ് ഇടുന്ന സീന്, അതൊക്കെ വലിയ. ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചു. അമ്മച്ചിയെ കുറിച്ച് ഒരാൾ പറഞ്ഞാൽ അമ്മച്ചിക്ക് ഒരു മകൾക്ക് 3 മക്കള്, കറക്റ്റല്ലേ? അമേരിക്കയിൽ താമസിക്കുന്ന മകളെയും പേരക്കിടാങ്ങളെക്കാളും കൂടുതൽ ഫാഷനബിൾ ആയിട്ട് നടക്കുന്ന ആളാണ് ഈ ആലുവയിലുള്ള അമ്മച്ചി. നമുക്കൊരു ലൈഫേ ഉള്ളൂ. 2 കാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയാറുണ്ട്. പ്ലീസ്. അന്യന്റെ വസ്തുക്കളെ ആഗ്രഹിക്കാതിരിക്കുക, പിന്നെ എന്നെ സംബന്ധിച്ച് അന്യന്റെ ഭർത്താക്കന്മാരെ ആഗ്രഹിക്കാതിരിക്കുക. ബാക്കിയല്ല എന്റെ ഫ്രീഡമാണ്. ഞാനപ്പം എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഒഴിച്ച് ബാക്കി ഞാൻ കാണുന്നവരെല്ലാവരും എൻ്റെ അനിയന്മാരോ ചേട്ടന്മാരോ മക്കളായിട്ടോ ഞാൻ കാണുന്നു. അപ്പോൾ എനിക്കൊരു ഇൻഹിബിഷനും ഇല്ല, ഒരുപാട് ഡീൽ ചെയ്യുന്നിടത്തും ഇല്ല. പിന്നെ ബാക്കി ഇപ്പം ഞാൻ ജീൻസ് ഇട്ടോ
അല്ലെങ്കിൽ ഞാൻ പൊട്ടിച്ചിരിച്ചോ ഞാൻ ഓടിയോ അത് എൻ്റെ റൈറ്റാണ്. ഇതെങ്ങനെ ഈ വാല്യൂ സിസ്റ്റം ഒക്കെ എങ്ങനെ ഈ അമ്മച്ചി കരസ്ഥമാക്കി? എൻ്റെ റൈറ്റ് അല്ലേ അത്. ഞാൻ അതുകൊണ്ട് അങ്ങനെ ഞാൻ ഇത് വളരെ പ്ലെയിൻ ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താ കാരണം വളരെ സ്ട്രൈറ്റ് ആയിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പൊ അമ്മച്ചിയുടെ മനസ്സമാധാനത്തിന്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. ഇതാണ്. കാരണം എന്നെ ഇപ്പോൾ ഒരാൾ നമ്മളിപ്പം ഡ്രസ്സ് ചെയ്യുന്നു, നല്ല ഭംഗിയായി സാരി ഉടുക്കുന്നു, അല്ലെങ്കിൽ നല്ല എക്സ്പെൻസീവ് സാരി ഉടുക്കുന്നു. എന്നാ പിന്നെ ആൾക്കാർ നോക്കാനല്ലെങ്കിൽ ഞാൻ വല്ല ചീപ്പ് സാരി കൊടുത്താൽ പോലെ, അല്ലെങ്കിൽ ഞാൻ ഉടുക്കുന്നത് എന്തിനാ മറ്റുള്ളവരെന്നെ കാണുമ്പോൾ അപ്രിഷ്യേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ ഇത്ര എക്സസൈസ് ചെയ്ത് എൻ്റെ ഹെൽത്ത് കീപ്പ് ചെയ്യുന്നതിന്, എൻ്റെ ഫിഗർ കീപ്പ് ചെയ്യുന്നതിന് മറ്റുള്ളവർ കാണുമ്പോൾ അത് അപ്രിഷ്യേറ്റ് ചെയ്യുന്നു, ഇഷ്ടം. പക്ഷേ ഞാൻ വേറൊരു സംഗതിനെ പറയാനുണ്ട്. ഒരു തോട്ടത്തിലൊരു റോസപ്പൂ നിൽപ്പുണ്ടെങ്കിൽ അതിനെ കാണാനും അപ്രിഷ്യേറ്റ് ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ തൊടുന്നതിന് മുമ്പ് തോട്ടക്കാരനോട് അനുവാദം ചോദിക്കണം. അപ്പം അമ്മച്ചീനെ ഒരു 13.5 സെക്കൻഡ് വരെ അമ്മച്ചീനെ നോക്കാം, അതല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ 14 സെക്കൻഡ് ഇവിടെ പാരല്ല. അല്ലല്ല, നോക്കുന്നു എന്ന് പറയുന്നത് ആ നോക്കുന്നത് പല രീതിയിൽ നോക്കാം. അപ്രിഷിയേറ്റ് ചെയ്ത് നോക്കാം, വൾഗറായിട്ട് നോക്കാം. അപ്പൊ നമ്മള് നല്ല ഭംഗിയായിട്ട് കൊടുത്താൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ 65 വയസ്സുള്ള ഈ അമ്മച്ചി, അമ്മച്ചി എന്ത് പ്ലസന്റ് ആയിട്ടിരിക്കുന്നു. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു വ്യക്തിയെ കാണുമ്പോൾ അതിന്റെ പോസിറ്റീവ് സൈഡ് ഒന്ന് കാണാൻ നോക്കിക്കേ. നമ്മളൊരു വ്യക്തി 65 വയസ്സായിട്ട് ഈ കിളവിക്ക് ഇങ്ങനെ നടക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ ഈ അമ്മച്ചിയുടെ കൂടെ കൂടിയതുകൊണ്ട് ഭാഗ്യലക്ഷ്മിയുടെ സ്വഭാവത്തിൽ കുറച്ച് മാറ്റം വരാൻ സാധ്യത. നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ അവരുടെ പോസിറ്റീവ് സൈഡ്. സംശയം ചോദിച്ചോട്ടെ, ഇത് ഭാഗ്യലക്ഷ്മിയുടെ മനസ്സിലുള്ള സംശയമാണ്. ഭാഗ്യലക്ഷ്മിനോട് ചോദിക്കാൻ വേണ്ടി കണ്ണുകൊണ്ട് കാണിച്ചുകൊണ്ട് ചോദിക്കട്ടെ. ഇത് ഭാഗ്യലക്ഷ്മിയുടെ ചോദ്യമാണ്. പക്ഷെ അമ്മച്ചി ഈ ബോംബെയിലും മറ്റിടത്തൊക്കെ ജോലി ചെയ്യുന്ന, അവിടെ ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് വളരെ ഫാഷനബിളായിട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ അമ്മച്ചീനെ നോക്കുകയൊക്കെ ചെയ്യില്ലേ? അപ്പൊ മോശമായിട്ട് നോക്കുന്നവനെ കൈകാര്യം ചെയ്തിട്ടുണ്ടോ? അങ്ങനെ മോശമായിട്ട് എന്നെ നോക്കാൻ, കാരണം എന്റെ നടപ്പും ഭാവവും കാണുമ്പോഴേ ആൾക്കാർക്ക് അറിയാം വേണ്ടാത്തതിനും ചെന്നാൽ തല്ല് കിട്ടും. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ കിട്ടിയിട്ടുമുണ്ട്. അതായത് ഞങ്ങൾ ആലപ്പുഴ ചെറുപ്പ് കാണാൻ പോയി. അപ്പൊ 95 ഞങ്ങൾ വന്ന വർഷമാണ്. അപ്പൊ ഞങ്ങൾ ചെറുപ്പം ഇങ്ങനെ, അപ്പൊ ആലപ്പുഴക്കാരനാണ് എന്റെ ഹസ്ബൻഡ്. അപ്പൊ ഇതുവരെയും കണ്ടിട്ടില്ല. അപ്പൊ ഞങ്ങള് എന്റെ തൊടുപുഴ. അപ്പൊ ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോ പുറകിൽ നിന്ന് ഒരാള് പിടിക്കുന്നു, ഞാൻ അടിക്കുന്നു. അപ്പൊ കടി കൊണ്ടുപോകാൻ പറഞ്ഞു, ഞാനല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിനക്കറിയാവേ ആരാ എന്താ ചെയ്തതെന്ന് നിനക്കറിയാം, അല്ലെങ്കിൽ പിന്നെ നീ ഞാനല്ല എന്ന് പറയേണ്ട കാര്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മാപ്പിള കൂടെ ഒന്ന് ചിരിച്ചോണ്ട് നിൽപ്പുണ്ട്. അപ്പൊ തന്നെ 2-3 ആമ്പിള്ളേർ, നല്ല ഡീസന്റ് ആയിട്ട് 3-4 ആമ്പിള്ളേർ വന്നു പറഞ്ഞു, സോറി മാഡം, ഇനി ഇത് റിപ്പീറ്റ് ചെയ്യില്ല എന്ന്. അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ റിയാക്ട് ചെയ്യാത്തത് കൊണ്ടാണ് മറ്റുള്ളവർ നമ്മളെ ഇത് ചെയ്യുന്നത്. നമ്മൾ റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ. ഭാഗ്യലക്ഷ്മി ഇതുവരെയൊക്കെ നോട്ടം കൊണ്ടൊക്കെ ആയിരുന്നു അവരെ പ്രയോഗിച്ചു. ഇനിയിപ്പോ വല്ല ആയുധമൊക്കെ എടുത്തു കൊടുക്കും എനിക്ക്. അതാണ്. അപ്പൊ പള്ളിപ്പാട്ടൊക്കെ പാടുവോ? ഒന്നുമില്ല, പള്ളിയിലൊക്കെ സ്ഥിരമായിട്ട് പോവില്ലേ? ഞാനും എൻ്റെ മാപ്പിളകളെ പാടിയ ഒരു പാട്ടുണ്ട്, കാനന ചോലയിൽ ആട് മേയ്ക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല നമ്മെ നമ്മൾ പാടേ മറന്നൊന്നും ചെയ്തു. പാട്ട് പറഞ്ഞു അത് ഒന്നുകൂടെ പാടുകയോ? ഞാൻ പാടിയ കാനന ചായയിലാടുമയ്ക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്ത് കൂടാ. കാനന ചായയിലാടുമയ്ക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്ത് കൂടാ. മതിയോ?